പെൺകുട്ടികളെ തേച്ചിട്ട് പോകുന്ന ചില അവന്മാരുണ്ട്. അവന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ തേച്ചിട്ട് പോകുന്ന പെൺകുട്ടി ചങ്കുറപ്പുള്ളവളാണെങ്കിൽ അവള് ചെരുപ്പൂരി നിങ്ങളുടെ കരണത്തടിക്കും. മനസ്സിലായോ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് റെഡിയല്ലേ? എല്ലാരും അടിച്ചു കയറി വാ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സ്പെഷ്യലി മിറാണ്ട കുടിക്കലാണ്. അപ്പൊ നമുക്കിത് കുടിച്ചു നോക്കിയാലോ? ഗൈസ് എന്റെ വീട്ടിന്റെ അടുത്ത് കിട്ടുന്ന സ്പെഷ്യൽ ജാമാണ് ലയൺ സിംഹം ജാം. ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ്. എല്ലാവരും പാക്ക്. കൊറേ ദിവസമായിട്ട് ഞാൻ പാക്കുന്നു പറഞ്ഞോ. என் அண்ணன் மேல எனக்கு எவ்வளோ பாசம் இருக்குன்னு நெஞ்சில் குடியிருக்க அண்ணன். இந்த சினிமா உலகத்தில இவரை மாதிரி நடிக்க ஒருத்தனும் கிடையாது. தலை இருக்கு, தலைவர் இருக்கு, நடிப்பின் நாயகம் இருக்கு. என்ன போல குறை மொன்னகளும் இருக்கு. இவருக்குன்னும் என் அண்ணன் மேல ரோமத்துக்கு தொட்ட முடியாது. കണ്ടാ പറഞ്ഞപ്പോ തന്നെ രോമൊക്കെ എണീറ്റ് സല്യൂട്ട് ചെയ്യണ കണ്ടോ. ഇവ പെരിയ നടികർ, മൈ ഇൻസ്പിറേഷൻ വിജയ് അണ്ണൻ. மட்டுமல்ல, மலையாளம், தெலுங்கு, கன்னடா, ஹிந்தி இதிலெல்லாம் பெரிய ஃபேன்ஸ் பவர் உள்ள ஒரே ஒரு நடிகர் என்னோட அண்ணன் மட்டும்தான். எனக்கு அண்ணாவை நேர்ல பார்க்கணும், അണ്ണാവെ കൂടെ സിനിമയിൽ നടിക്കണമെന്ന് പെരിയ ആസ. അവിടെ പിന്നിൽ പ്ലാവില്ലേ, അത് നോക്കിയിരുന്നോ? നീ കണ്ടിപ്പാ നടിക്കും. മൈ ഡ്രീം അണ്ണാ മാറി തമിഴ് ഇൻഡസ്ട്രിയില് എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ആവണം. അത് എന്നാല മുടിയും. എല്ലാ വിജയണ്ണൻ ഫാൻസുക്കും ഷെയർ പോട്, കമന്റ് പോട്. വിസിൽ പോളെ. समय आने दे, सबको देख लेंगे. ഇതെന്ത് തേക്കാനായി മോനെ പറയുന്നേ? കൈ 3 തെർമാക്കോളും വച്ചോണ്ട് നിന്റെ വൃത്തിയിട്ട മൂന്നിൽ കുറച്ച് കോപ്പറായും കാണിക്കുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊന്ന് ചെയ്തു തരണം, കാണാൻ നല്ല രസമുണ്ട്. വീണ്ടും നിങ്ങളോ? സുന്ദരി വേണ്ട, കൺമഷി എഴുതിയ ഫ്രീ കത്തി വേണ്ട, തട്ടം ഇട്ടൊരു മൊഞ്ചത്തി വേണം, ആരോ ആരാരോ. ശാലിനി പാൻ ഇന്ത്യൻ സ്റ്റാർ. പുള്ളിക്കാരിക്ക് എന്തോ വട്ടായെന്നാണ് ഞാനിപ്പോ കേട്ടത്. പുള്ളിക്കാരി എല്ലാവരുടെ അടുത്തും പോയിട്ട് ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നത്, കോഴിക്കോട്ടിലെ പോലീസ് ചേട്ടനാണോ? അതിനേക്കാളും വലിയ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാനും കുറെ പേരുണ്ട്. അല്ലല്ല, ഞാൻ കോഴിക്കോട് ദാസേട്ടൻ. തന്നോട് ചോദിച്ചോ? ശാലിനി, இந்த காலேஜ் பசங்கெல்லாம் பயங்கர கிரேஸ், ட்ரீம் கேர்ள். ஐயோ, நீங்க தானே அது? சும்மா சொல்லக்கூடாதுங்க, கியூட்டுங்க, ஸ்வீட்டுங்க. அது அந்த பல்ல. അത് തന്നെ എനിക്കും പറയാല്ലേ. ഷട്ട് അപ്പ്. This day is my breakup day. Tuesday, June 2. വിടറാ, നീ എന്താ ടെൻഷൻ എടുക്കുന്ന? വിട്. അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ വയസ്സ് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോഴും നീ തൂറാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് ചന്തി എഴുതാൻ അറിയോ? ഇല്ല. അപ്പൊ അവൾ എന്തായാലും വിടും, മനസ്സിലായ? അത് നീ അത് പഠിക്കും. ചിലപ്പോ നിനക്ക് ലക്ക് ഉണ്ടെങ്കിൽ അവൾ തിരിച്ചു വരുമായിരിക്കും. ഓക്കെ, അത് വിട്. നീ ഭയങ്കര ഡൗൺ ആണല്ലോ. എന്താ നിങ്ങക്ക് മോട്ടിവേഷൻ വേണമല്ലേ? എന്നൊരു ചക്കുണ്ട് ഇവിടെ മോനെ. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പെങ്കിലും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നാം പരാജയപ്പെട്ടു പോകും എന്ന കാര്യം
മറക്കാതിരിക്കാം. ശുഭദിനം. അപ്പോൾ guys, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓ സോറി ഇപ്പൊ സബ്സ്ക്രൈബ് നല്ല പറയേണ്ടത്. അതിനും വേറെ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചു കയറി ബാ. അപ്പോ അടിച്ചു കയറി വന്നോളൂ. സബ്സ്ക്രൈബ് ബട്ടനെ അടിച്ചു കയറി പറയണം. അപ്പോ ബൈ.